അമേരിക്ക ഇറാൻ യുദ്ധം അത് എന്നെ എങ്ങനെ ബാധിക്കും, നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റിപ്പോയി. എന്നെയും അനിയനെയും കൂടെ ചേർത്ത് 9 പേരുണ്ടായിരുന്ന ഞങ്ങളുടെ കടയിൽ ഇപ്പോൾ വെറും 3 പേരുള്ളൂ. അങ്ങനെ യുദ്ധം കാരണം കടയിൽ 6 പേരുടെ പണി പോയി. ഉച്ചയ്ക്കൊക്കെ ഈ സമയത്ത് നിൽക്കാൻ പോലും സമയത്ത് ഞങ്ങൾ മിനി മിൽറ്റ കളിക്കാൻ തുടങ്ങി. ഇഡ്ഡലി, ഇടിയപ്പം, വെള്ളയപ്പം, ദോശ, മസാല ദോശ, നെയ്റോസ്റ്റ്, പൊറോട്ട, മുട്ടക്കറി, കടലക്കറി, ചിക്കൻ കറി, ബീഫ് കറി, ഉച്ചയ്ക്ക് ഊണുണ്ട്, മീൻ വറുത്തുണ്ട്, ഓംലേറ്റ് ഉണ്ട്, സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്. ഇതൊക്കെ കൊടുത്ത് ഞങ്ങളുടെ കട ഇപ്പോൾ വെറും ബിരിയാണിയിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. ബിരിയാണി മാത്രമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടേ? അതെ, ഈ ബിരിയാണി ഞാനാണ് വെക്കുന്നത് എൻ്റെ കൈ കൊണ്ട്. ഇത്രയും നാൾ ബിരിയാണി വെക്കാൻ കുക്ക് ഉണ്ടെങ്കിലും കടയിൽ ഞാൻ അധികം ബിരിയാണി വെക്കാറില്ല. പക്ഷേ ഈ ബിരിയാണി ഇത് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണി. ആ മീറ്റൊക്കെ നോക്ക്, കുക്കറിൽ 10-12 വിസിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. നല്ല പോത്തിറച്ചിയാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് ഗൾഫിലായിരുന്നപ്പോൾ സ്ഥിരം എല്ലാ ആഴ്ചയും വെച്ച് പോരുന്ന ഒരു ബീഫ് ബിരിയാണിയാണ്. അത് നാട്ടിലേക്ക് ഇറക്കി. ഞങ്ങളുടെ പൊതുവെ വടക്കഞ്ചേരിയിൽ ഈ ബിരിയാണി അധികം കാണാറില്ല. അപ്പോൾ എല്ലാവരും വന്ന് കഴിച്ചു നോക്കണം. അതുമാത്രമല്ല, ഇവിടെ ബിരിയാണീൻ്റെ കൂടെ 10 രൂപയ്ക്ക് ലൈമും കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്വന്തം കട ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് എനിക്കൊരു ദുഷ്പേരുണ്ട്. എൻ്റെ കട ഞാൻ തന്നെ നോക്കണ്ടേ? അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും എൻ്റെ കടയിലോട്ട് ഞാൻ ബീഫ് ബിരിയാണി കഴിക്കാൻ ക്ഷണിക്കുന്നു. കുട്ടൻ ബിരിയാണീൻ്റെ ഒക്കെ ഏകദേശം ഒരു ടേസ്റ്റ് വരും കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫോൺ എടുത്തൊരു കറക്ക് എസ്.ടി. ജ്വല്ലറിത്തെ ചേട്ടൻ അപ്പം തന്നെ വിളിച്ചു, ഒരു ബിരിയാണി കൊണ്ടുപോയി എനിക്ക് വീട്ടിൽ കൊണ്ടുവരാനെന്ന്. ഇതാണ് ഷൈൻ ചേട്ടൻ, ഞങ്ങളുടെ ഇന്ന് എപ്പോഴും ബിരിയാണി വാങ്ങിക്കുന്ന ചേട്ടനാണ്. ഇത് രഞ്ജി ചേട്ടൻ. ഏട്ടാ അനുഗ്രഹിക്കണം. കഴിഞ്ഞിട്ടില്ല, നിൽക്ക് വരാൻ പോകുന്ന വെക്കേഷനിൽ എല്ലാ സ്റ്റുഡൻസിനും ചിക്കൻ ബിരിയാണി അൺലിമിറ്റഡ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കും 120 രൂപയുള്ളൂ. ലോ ബഡ്ജറ്റ് അടിപൊളി ബിരിയാണി. എല്ലാവരും വരണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.